എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യാം. അപ്പോൾ അപ്പത്തിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം ഉണ്ടാക്കാൻ അറിയായിരിക്കും. ഇത് എത്ര ചെയ്തിട്ടും ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അറിയാമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, ഇത് കാണണമെന്നില്ല. ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന റെസിപ്പി തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഞാൻ റേഷൻ കടയിൽ നിന്നുള്ള അരി വെച്ചുള്ള അപ്പം ഉണ്ടാക്കുന്ന വീഡിയോയും അതേപോലെ തന്നെ നമ്മൾ തലേന്ന് രാത്രി അരി കുതിർത്തിട്ട് രാവിലെ അരച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകാം. കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. അപ്പോൾ ഞാനിവിടെ സാധാരണ പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് റേഷൻ കടയിലെ പച്ചരിയല്ല, നമ്മൾ അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. അരി കുതിർക്കാനായിട്ട് വെച്ചിട്ടിപ്പോൾ 5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ അരിയിൽ നിന്ന് കുറച്ചരി, ഒരു 2-3 പിടി അരി ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കപ്പി അരച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്, ചോറൊന്നും ചേർക്കുന്നില്ല. നല്ലതുപോലെ അരച്ച ഈ മാവിൽ നിന്നും വലിയൊരു തവി മാവ് ഞാൻ മാറ്റുന്നുണ്ട്. ഈ മാവിൽ നിന്നും ഒരു തവി മാവ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം എടുക്കേണ്ടുന്നത്. ഇനി അതിലോട്ടൊരു 3 തവി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 1 തവി മാവാണ് എടുത്തിരിക്കുന്നത്, അതിനകത്തൊട്ടൊരു 3 തവി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തുടരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് ബാക്കി മാവും കൂടെ ഒന്ന് അരച്ചെടുക്കാം. 2 ബാച്ചായിട്ട്, അതെല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിൽ എത്ര കൊള്ളും അതിനനുസരിച്ച് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തേങ്ങ എടുക്കുമ്പോൾ നല്ല പച്ച തേങ്ങ എടുക്കാനായിട്ട് നോക്കുക. അല്ലാതെ ഇച്ചിരി ഉണങ്ങിയ തേങ്ങയൊക്കെ എടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതി തേങ്ങ ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാവെള്ളമാണ്. അപ്പോൾ തേങ്ങാവെള്ളം തലേന്ന് പുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തേങ്ങ പൊട്ടിക്കും ആ വെള്ളം ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. അതിനോട് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതൊഴിച്ചാണ് നല്ലതുപോലെ അരച്ചെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ബാച്ചും അതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. നിങ്ങൾ കപ്പി കാച്ചിയത് ചേർക്കുന്നില്ലെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുത്താൽ മതി. ചോറല്ലെങ്കിൽ അവൽ കുതിർത്തായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചിരുന്ന കപ്പി കാച്ചിയത് ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ച മാവെല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് വെച്ചിട്ട് ഒരു തവി കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. തവി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ രാവിലെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് പഞ്ചസാര വേണ്ടുന്നവർക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാവെള്ളത്തിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. കഴിവതും നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് രാത്രിയാവാതെ കുറച്ച് ഒരു വൈകുന്നേരത്തോടൊക്കെ അടുപ്പിച്ച് ആട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ പുളിച്ച് കിട്ടും. മാവ് നല്ലതുപോലെ തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, അത്യാവശ്യം മാവ് നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്, എന്നാലും കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ 2 അപ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച അപ്പച്ചട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് കുമ്പളകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം പുതിയ അപ്പച്ചട്ടിയിലുണ്ടാക്കിയ അപ്പമാണിത്. അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, കുഴപ്പമില്ല. പിന്നെ അരിയിൽ നിന്ന് നമുക്ക് വിചാരിച്ച കണക്കുള്ള ഗോൾഡൻ കളറൊന്നും ആയിട്ടില്ല. പിന്നെ ചെയ്യുന്നത്, ഇത് പഴയ ചട്ടിയാണ്, അപ്പോൾ അതിൻ്റെ കോട്ടിങ് പോയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല. പിന്നെ ഇപ്പോൾ ഈ വ്യത്യാസം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പുതിയ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയതുപോലെ തന്നെ 1 തവി മാവ് ഇതിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലും നല്ലതുപോലെ തന്നെ കുമ്പളകളൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് ആ വ്യത്യാസം അന്നേരം നല്ലതുപോലെ ഒന്ന് മനസ്സിലാവും.
പഴയ അപ്പച്ചട്ടിയിലുണ്ടാക്കിയ അപ്പം നല്ല സോഫ്റ്റായിരുന്നു. നമ്മൾ പുതിയതിനകത്ത് ഉണ്ടാക്കിയാൽ അത്ര സോഫ്റ്റായിരുന്നു, എന്നാലും ഇതേപോലെ സോഫ്റ്റ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ അപ്പച്ചട്ടി ഉപയോഗിക്കുമ്പോഴും നല്ല അപ്പച്ചട്ടി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരേ മാവ് തന്നെ 2 അപ്പച്ചട്ടിയിലുണ്ടാക്കിയപ്പോൾ എനിക്ക് ആ പഴയ അപ്പച്ചട്ടിയിലുണ്ടാക്കി നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇനി അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.